റീസെന്റ് ഇങ്ങനെ കുറെ വീഡിയോസ് ഇപ്പോൾ വൈറൽ ആവുന്നുണ്ട്. അതായത് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കൊളാപ്സ് ആയി വീഴുക, അതുപോലെ പബ്ലിക് ഇവന്റ്സിൽ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊളാപ്സ് ആവുക. അങ്ങനത്തെ കേസസ് ഇപ്പൊ ഭയങ്കര കോമൺ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്, ആൻഡ് എസ്പെഷ്യലി എമംഗ് യങ്സ്റ്റേഴ്സ്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടെ നിൽക്കുന്ന പലർക്കും അറിയുന്നില്ല. ഇപ്പൊ ജിമ്മിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അവിടെയുള്ള ട്രെയിനർ മിക്കവാറും ട്രെയിൻഡ് ആയിരിക്കും. CPR കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ അറിയുന്നുണ്ടാവും. പക്ഷെ ഒരു പബ്ലിക് ഇവന്റിൽ അല്ലെങ്കിൽ പബ്ലിക് സ്പേസിൽ ഇങ്ങനെ ഒരാൾ കുഴഞ്ഞു വീഴുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. എല്ലാവരും ജസ്റ്റ് ആ ഒരു സിറ്റുവേഷൻ നോക്കി നിന്ന് കാണുകയുള്ളൂ. മേ ബി ഒരു ആംബുലൻസ് വിളിക്കുന്നൊക്കെ അല്ലാതെ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്താണെന്ന് ആർക്കും അറിയില്ല. ശരിക്കും ഇങ്ങനെ ഒരാൾ കൊളാപ്സ് ചെയ്ത് വീഴുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ആൾക്ക് ശ്വാസം ഉണ്ടോന്നാണ്. അതായത് ചെസ്റ്റ് റൈസ് ആയി റിലാക്സ് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യാം. അതുപോലെ നമുക്ക് പൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പലപ്പോഴും എല്ലാവരും പൾസ് ചെക്ക് ചെയ്യുന്ന റിസ്റ്റിലായിരിക്കും. പക്ഷെ അതിനേക്കാളും റിലയബിൾ ആണ് നമ്മുടെ റൈറ്റ് സൈഡിലെ നെക്കിൽ നമുക്കൊരു ആർട്ടറി പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ റിസ്റ്റിനേക്കാളും നമുക്ക് എവിഡന്റ് ആയിട്ട് ഈ റൈറ്റ് നെക്ക് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ആൾക്ക് പൾസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ആൾക്ക് പൾസ് ഇല്ല അല്ലെങ്കിൽ ബ്രീത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവിടെ CPR കൊടുക്കുക എന്നുള്ളതാണ്. CPR ട്രെയിൻഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബ്രസ്റ്റ് ബോണിന്റെ താഴെയായിട്ട് 2 കൈയും പ്ലേസ് ചെയ്യുക. അതായത് 1 ഹാൻഡ് അബവ് ദി അതർ. എന്നിട്ട് കൈന്റെ ഈ അടിയിലത്തെ ഭാഗം ഉണ്ടല്ലോ, ഹീല് വെച്ചിട്ട് മാക്സിമം കംപ്രഷൻസ് കൊടുക്കാൻ നോക്കുക. 2 കൈയും 1 അബവ് ദി അതർ വെച്ചിട്ട് ഫിംഗേഴ്സ് എല്ലാം ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മൾ ഈ കംപ്രഷൻസ് ചെയ്യാൻ. കംപ്രഷൻസ് എന്ന് പറയുമ്പോൾ മാക്സിമം സ്പീഡിൽ വേണം ചെയ്യാൻ. അതായത് നിയർലി ഒരു 100 to 120 കംപ്രഷൻസ് വരെ 1 മിനിറ്റിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ കംപ്രസ് ചെയ്യാൻ നോക്കുക. ഇൻ കേസ് ഇപ്പോൾ ഹാർട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ റിവൈവ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡാണിത്. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആസ് ആൻ ഇൻഫർമേഷൻ. ആൻഡ് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്നു എന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം.